So hello everyone. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാരസൈറ്റോളജി പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു പാരസൈറ്റോളജിയിലുള്ള ആദ്യത്തെ യൂണിറ്റ് അനിമൽ അസോസിയേഷൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഹോസ്റ്റ് പാരസൈറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത് അത്യാവശ്യം വലിയ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മളിത് പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് പാർട്ട് 1. സോ ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പാരസൈറ്റ്സ്, types of host-parasite relationships, life cycle and pathogenesis of parasites, evolution of parasitism. ആദ്യം നമുക്ക് types of parasites തൊട്ട് തുടങ്ങാം. സോ പാരസൈറ്റ്സ് എന്താണ്, പാരസൈറ്റിസം എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻട്രൊഡക്ടറി വീഡിയോയിൽ നമ്മൾ നോക്കിയായിരുന്നു. എന്നാലും പാരസൈറ്റ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ഡിപെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് കോൾഡ് ഹോസ്റ്റ് ഫോർ നറിഷ്മെന്റ്, ഗ്രോത്ത്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സർവൈവൽ. സോ പാരസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. അപ്പൊ വേറെ ചില ഓർഗാനിസത്തിന് അവരുടെ നറിഷ്മെന്റിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവർ നറിഷ്മെന്റ് ഒക്കെ എടുക്കുന്ന ഓർഗാനിസത്തിന് നമ്മൾ ഹോസ്റ്റ് എന്നും വിളിക്കും. സോ ഈ പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പാരസൈറ്റിസം എന്ന് വിളിക്കാം. ഈ ഒരു ഇന്ററാക്ഷനകത്ത് പാരസൈറ്റ്സിന് ഗുണവും ഹോസ്റ്റിന് ദോഷവുമാണ് ഉണ്ടാവുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് പാരസൈറ്റിസം. നമുക്ക് പാരസൈറ്റ്സിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാരസൈറ്റ്സിനെ നമുക്ക് പല കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാം. സോ അത് നമുക്ക് ഹാബിറ്റാറ്റ് അനുസരിച്ച് നമുക്ക് ഹോസ്റ്റിന്റെ പുറത്താണോ അകത്താണോ, അതായത് ഹോസ്റ്റിന്റെ ബോഡി സർഫേസിലാണോ ബോഡിന്റെ അകത്താണോ എന്നനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹോസ്റ്റ് ഡിപ്പെൻഡൻസ് വെച്ചിട്ട് എത്രത്തോളമാണ് പാരസൈറ്റ്സ് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഡിഗ്രി ഓഫ് പാത്തോജനിസിറ്റി, എത്ര സിവിയർ ആയിട്ട് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റും പാരസൈറ്റ്സിന് എന്നനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹോസ്റ്റ് സ്പെസിഫിസിറ്റി, ഒരു ഹോസ്റ്റ് ആണോ അതോ പല വെറൈറ്റീസ് ഓഫ് ഹോസ്റ്റിനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നനുസരിച്ചും നമുക്ക് പാരസൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യം നമുക്ക് ഹാബിറ്റാറ്റ് അനുസരിച്ച് പാരസൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഹാബിറ്റാറ്റ് അനുസരിച്ച് നമുക്ക് വി ക്യാൻ ഡിവൈഡ് ദം ആസ് എക്ടോപാരസൈറ്റ്സ് ആൻഡ് എൻഡോപാരസൈറ്റ്സ്. സോ എക്ടോപാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എക്ടോ എന്ന് വെച്ചാൽ പുറത്തുനിന്നാണ് അർത്ഥം, എൻഡോ എന്ന് വെച്ചാൽ അകത്തുനിന്ന്. ഔട്ടർ സർഫേസ് ഓഫ് ദ ഹോസ്റ്റ്, സ്കിൻ, ഫെദർ ആൻഡ് ഹെയർ, ഇവിടേക്കാണ് നമുക്ക് എക്ടോപാരസൈറ്റ്സിനെ കാണാൻ പറ്റുന്നത്. ശരീരത്തിന്റെ പുറത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്കിൻ, ഫെദർ, ഹെയറിലൊക്കെയാണ് നമുക്ക് എക്ടോപാരസൈറ്റ്സിനെ കാണാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ എൻഡോപാരസൈറ്റ്സിന്റെ കാര്യം നോക്കുമ്പോഴും ഇൻസൈഡ് ദ ബോഡി, ശരീരത്തിന്റെ അകത്തായിരിക്കും എൻഡോപാരസൈറ്റ്സിനെ കാണാൻ പറ്റുന്നത്. പ്രസൻസ് ഓഫ് എക്ടോപാരസൈറ്റ്സ് നമുക്ക് ഇൻഫെസ്റ്റേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമ്മൾ എൻഡോപാരസൈറ്റ്സിന്റെ പ്രസൻസിനെ ഇൻഫെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു ബോഡിയുടെ അകത്തായതുകൊണ്ട് നമ്മൾ അതിനെ ഇൻഫെക്ഷൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബട്ട് എക്ടോപാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ടിക്സ്, മൈറ്റ്സ്, ലൈസ്, ഫ്ലീ, ചെല്ല്, പേനൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് എക്ടോപാരസൈറ്റ്സിനകത്ത് വരുന്നത്. വേറെ നമ്മൾ എൻഡോപാരസൈറ്റ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ലേഷ്മാനിയ സ്പീഷീസ് ബ്ലഡിലാണ് കാണുന്നത്. എൻടമീബ ഹിസ്റ്റലിറ്റിക്ക ഇൻറ്റസ്റ്റൈനിലാണ് കാണുന്നത്. ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ഇതാണ് ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്, ഇത് ഇൻറ്റസ്റ്റൈനിലാണ് കാണുന്നത്. ഫാസിയോല ഹെപ്പാറ്റിക്ക ലിവറിലാണ് കാണുന്നത്. ലിവർ ഫ്ലൂക്ക് എന്നാണ് നമ്മൾ ഫാസിയോല ഹെപ്പാറ്റിക്കാനെ വിളിക്കുന്നത്. അപ്പം ഇതെല്ലാം എന്താണ്, ബോഡിനകത്തുള്ള പല പല ഓർഗൻസിലാണ് കാണുന്നത്. ഓക്കെ, സോ അപ്പം ഇതൊക്കെ എന്താണ്, എൻഡോപാരസൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹാബിറ്റാറ്റ് അനുസരിച്ച് പാരസൈറ്റ്സിനെ എക്ടോപാരസൈറ്റ്സ് ആൻഡ് എൻഡോപാരസൈറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എൻഡോപാരസൈറ്റ്സിനെ ഫർദർ 4 കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം എൻഡോപാരസൈറ്റ്സ് തന്നെയാണ്, ശരീരത്തിന്റെ അകത്തുള്ള പാരസൈറ്റ്സ് തന്നെയാണ്, ബട്ട് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ ഇൻട്രാ എന്ന് വെച്ചാൽ അകത്ത് എന്നാണ് അർത്ഥം. സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന പാരസൈറ്റ്സിനെയാണ് നമ്മൾ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഫൗണ്ട് ഇൻസൈഡ് ദ സെൽസ് ഓഫ് ദ ഹോസ്റ്റ്. ദ എക്സാമ്പിൾസ് പ്ലാസ്മോഡിയം ആൻഡ് ബെബീസിയ ഇൻസൈഡ് ദ RBC. റെഡ് ബ്ലഡ് സെല്ലിന്റെ അകത്താണ് നമുക്ക് പ്ലാസ്മോഡിയം, ബെബീസിയ ഒക്കെ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് നമ്മൾ അവരെ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് എന്ന് വിളിക്കും. ദെൻ ഇന്റർ സെല്ലുലാർ പാരസൈറ്റ്സ്. ഇന്റർ എന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ എന്നൊരു അർത്ഥമാണ് തരുന്നത്. സോ സെല്ലിന്റെ ഇടയ്ക്കുള്ള പാരസൈറ്റ്സ്. സോ ഫൗണ്ട് ബിറ്റ്വീൻ സെൽസ് ഓർ കാവിറ്റീസ് ഓർ ലൂമൻസ് ഓഫ് ഡിഫറെന്റ് ഓർഗാൻസ്. സോ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രൈപ്പനോസോമ ആൻഡ് ഫെസിയോല. അപ്പം ഇവരൊക്കെ ആണെങ്കിൽ സെല്ലിന്റെ അകത്തല്ല, മറിച്ച് ഇൻ ബിറ്റ്വീൻ ദ സെൽസോ കാവിറ്റീസോ ലൂമൻസിലൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ പാരസൈറ്റ്സിനെ കാണുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസിഡന്റൽ ഓർ ആക്സിഡന്റൽ എൻഡോപാരസൈറ്റ്സ്. സോ ദേ ആർ ഫൗണ്ട് ഇൻ ദ ഹോസ്റ്റ് ഇൻ വിച്ച് ദേ ആർ
they usually do not live. ഒരു പാരസൈറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ജനറലി അവർക്ക് ഒരു ഹോസ്റ്റ് ഉണ്ട്, അവർ യൂഷ്വലി ആ ഹോസ്റ്റിലായിരിക്കും കാണപ്പെടുന്നത്. ബട്ട് ആക്സിഡന്റലി അവർ വേറെ ഹോസ്റ്റിൽ എത്തിപ്പെടാം. സോ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ എൻഡോപാരസൈറ്റ്സിന് നമ്മൾ ഇൻസിഡന്റൽ ഓർ ആക്സിഡന്റൽ എൻഡോപാരസൈറ്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഇൻ ഷീപ്പ്. ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഹ്യൂമൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്, ബട്ട് ആക്സിഡന്റലി ഒരു ഷീപ്പിൽ എത്തിപ്പെടാം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് അവിടെ എന്താകുന്നു, ഇൻസിഡന്റൽ ഓർ ആക്സിഡന്റൽ എൻഡോപാരസൈറ്റ് ആകുന്നു. അതേപോലെ ഹൈമനോലെപ്പിസ് ഡെമിനുറ്റ എന്ന് പറയുന്ന റാറ്റ് ടേപ്പ് അവർ സ്പെസിഫിക്കലി ആരെയാണ് അഫക്ട് ചെയ്യുന്നത്, റാറ്റിനെയാണ് അഫക്ട് ചെയ്യുന്നത്, ബട്ട് ആക്സിഡന്റലി അവരെന്താ ഹ്യൂമൻസിൽ എത്തിപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എറാറ്റിക് ഓർ അബറന്റ് എൻഡോപാരസൈറ്റ്സ്. ഇവരെന്താന്ന് വെച്ചാൽ വാണ്ടർ ഇൻ ടു ഓർഗൻസ് ഇൻ വിച്ച് ദേ ആർ നോട്ട് യൂഷ്വലി ഫൗണ്ട്. സോ ഒരു പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ജനറലി ഇന്ന ഓർഗനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇതല്ലാണ്ട് അൺയൂഷ്വൽ ആയിട്ട് അവര് സ്ഥിരം കാണാത്ത ഓർഗൻസിലൊക്കെ എത്തിപ്പെടുവാണെങ്കിൽ നമ്മൾ അവരെ എറാറ്റിക് ഓർ അബറന്റ് എൻഡോപാരസൈറ്റ്സ് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഫാസിയോല, ലിവർ ഫ്ലൂക്ക് മേ വാണ്ടർ ആൻഡ് റീച്ച് കിഡ്നി, ലങ് എക്സെട്ര. അപ്പം ഫാസിയോല എന്ന് പറയുന്നത് ജനറലി ലിവറിലാണ് കാണുന്നത്, ബട്ട് അൺയൂഷ്വൽ ഓർഗൻസിൽ സംടൈംസ് കിഡ്നി, ലങ്ങിലൊക്കെ നമ്മൾ അവരെ കാണുവാണെങ്കിൽ നമ്മൾ അതിന് എറാറ്റിക് ഓർ അബറന്റ് എൻഡോപാരസൈറ്റ് എന്ന് വിളിക്കും. സോ നമുക്കിവിടെ ഇൻട്രാസെല്ലുലാർ ആൻഡ് ഇന്റർസെല്ലുലാർ പാരസൈറ്റ്സ് എന്താണെന്ന് ഇമേജിലൂടെ മനസ്സിലാക്കാം. സോ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഒരു RBC എങ്കിൽ RBCയുടെ അകത്ത് നമുക്ക് പ്ലാസ്മോഡിയം കാണാം. സോ ഇറ്റ്സ് പ്ലാസ്മോഡിയത്തിന്റെ പ്രസൻസ് ഈ RBCന്റെ അകത്താണ് ഉള്ളത്. സോ ഇതിനെ നമ്മൾ ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ് എന്ന് വിളിച്ചു പ്ലാസ്മോഡിയത്തിന്. ഓക്കെ, ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നമുക്ക് ഇവിടെ ട്രൈപ്പനോസോമസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ട്രൈപ്പനോസോമസ് ഇവിടെ ഇൻഡിവിജ്വൽ RBCs ഒക്കെ ഉണ്ട്. RBCസിന്റെ അകത്തല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ RBC ആയിട്ടാണ് നമുക്ക് ഈ ട്രൈപ്പനോസോമസിനെ കാണാൻ പറ്റുന്നത്. സോ അതിനെ നമ്മൾ ഇന്റർസെല്ലുലാർ പാരസൈറ്റ് എന്ന് വിളിക്കും. സോ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ് ഇവിടെ പറയുന്നത്. certain parasites എന്താന്ന് വെച്ചാൽ they can act as both ectoparasites and endoparasites. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സാർക്കോപ്റ്റസ് സ്കാബി എന്ന് പറയുന്ന ഇച്ച്മൈറ്റ്. സോ ഇതാണ് ഇച്ച്മൈറ്റ്. ഇച്ച്മൈറ്റിന് ബോഡി സർഫേസിൽ ലിവ് ചെയ്യാൻ പറ്റും, പക്ഷെ അതേപോലെ തന്നെ അതിന് വെർട്ടിബ്രേറ്റ്സിന്റെ സ്കിന്നിലൂടെ ബറോ ചെയ്ത് പോകാനും പറ്റും. സോ അങ്ങനത്തെ ചില പാരസൈറ്റ്സും ഉണ്ട് which can act as both ectoparasites and endoparasites. സോ നെക്സ്റ്റ് നമ്മൾ പാരസൈറ്റ്സിനെ ഹോസ്റ്റ് ഡിപ്പെൻഡൻസ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോസ്റ്റ് ഡിപ്പെൻഡൻസ് വെച്ചിട്ട് നമുക്ക് ഓബ്ലിഗേറ്റ് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ഓബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്താണ്? ദേ ആർ പെർമനന്റ് പാരസൈറ്റ്സ്, ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ ദ ഹോസ്റ്റ്, cannot live outside the host. ഓക്കെ, സോ ഓബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. അവർ അല്ലാണ്ട് എൻവയോൺമെന്റിൽ ഫ്രീ ലിവിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ പാരസൈറ്റ്സ്, അതായത് ദേ ആർ ഓബ്ലിഗേറ്റഡ് ടു ബി പാരസൈറ്റ്സ്, അവർ എപ്പോഴും ഒരു പാരസൈറ്റിക് ലൈഫ് ഫോം ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഓർഗാനിസത്തിന് നമ്മൾ ഓബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് വിളിക്കും. വെറാസ് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ടെമ്പററി പാരസൈറ്റ്സ് ആണ്. അവർ capable of independent existence, free living but may invade host. അവർ ജനറലി ഫ്രീ ലിവിംഗ് ആയിരിക്കും, ബട്ട് അവർക്ക് ഹോസ്റ്റിന്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇൻവേഡ് ചെയ്യാൻ പറ്റും, ഹോസ്റ്റിനെ ഇൻവേഡ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നറിഷ്മെന്റ് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ നോർമലായിട്ട് അവർ ഫ്രീ ലിവിംഗ് ആയിരിക്കും, പിന്നെ അവർക്ക് ഹോസ്റ്റ് കിട്ടുന്ന സമയത്ത് അവർ പാരസൈറ്റിക് ആയിട്ട് മാറാം. അങ്ങനത്തെ ഡ്യൂവൽ ലൈഫ് ഫോംസ് ഉള്ളവരാണ് ടെമ്പററി പാരസൈറ്റ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ്. സോ obligate parasitesന് ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് needs a specific host to survive and reproduce. But facultative parasites exhibit both non-parasitic and parasitic modes of life. Obligate parasitesന് ഡെഫിനറ്റ്ലി ഒരു ഹോസ്റ്റ് വേണം അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനും. പക്ഷെ ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റിന് അങ്ങനെ ഒരു നെസസറി ഇല്ല. അവർക്ക് പാരസൈറ്റിക് ആൻഡ് നോൺ പാരസൈറ്റിക് ലൈഫ് ഫോംസിന് മോഡ്സ് ഓഫ് ലൈഫ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലാസ്മോഡിയം ഇസ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ടു എക്സ്പ്ലെയിൻ ഓബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. പ്ലാസ്മോഡിയം നമുക്കറിയാം മലേറിയ കോസ് ചെയ്യുന്ന പ്രോട്ടോസോവാൻ ആണ്. അപ്പം ഇതിന് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ മസ്കിറ്റോനകത്തായിരിക്കും, അല്ലെങ്കിൽ വേറെ കുറെ ഹോസ്റ്റിന്റെ അകത്തായിരിക്കും, അതായത് മാമലിയൻ ഹോസ്റ്റോ ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യാം. സോ അതല്ലാണ്ട് എൻവയോൺമെന്റിൽ ഫ്രീ ലിവിംഗ് ആയിട്ട് നമുക്ക് പ്ലാസ്മോഡിയത്തിനെ കാണാൻ പറ്റില്ല. സോ അപ്പൊ എന്താണത്? ഓബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഒന്നില്ലെങ്കിൽ അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ ഹോസ്റ്റിനകത്ത് അത് കാണത്തുള്ളൂ, അല്ലാണ്ട് ഫ്രീ ലിവിംഗ് ആയിട്ട് എൻവയോൺമെന്റിൽ കാണില്ല. സോ അങ്ങനത്തെ ഓർഗാനിസം ആണ് പ്ലാസ്മോഡിയം. സോ ഇറ്റ്സ് എൻ ഓബ്ലിഗേറ്റ് പാരസൈറ്റ്. അനദർ എക്സാമ്പിൾ ഇസ് ഫിലേരിയൽ വർം, സ്കൈസ്റ്റോസോമ എക്സെട്ര. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ നൈഗ്ലേറിയ ഫൗലേരി ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. സോ നൈഗ്ലേറിയ ഫൗലേരി ഇവിടെ കാണിച്ചിരിക്കുന്ന നൈഗ്ലേറിയ ഫൗലേരി ആണ്. ഇറ്റ്സ് എ ബ്രെയിൻ ഈറ്റിംഗ് അമീബയാണ്. അത്
ഫ്രഷ് വാട്ടറിലാണ് ജനറലി പ്രസന്റ് ആയിട്ടുള്ളത്. ഫ്രഷ് വാട്ടറിൽ അവർക്ക് ഫ്രീ ലിവിങ് ആയിട്ട് പ്രസന്റ് ആണ്. ബട്ട് ഒരു ഹോസ്റ്റ് കിട്ടുവാണെങ്കിൽ അവര് നോസിലൂടെ കയറിയിട്ട് ബ്രെയിനിനെ അഫക്ട് ചെയ്യും. സോ അതെന്താണ്, ഹോസ്റ്റിന്റെ പ്രസൻസിൽ അവർ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഫ്രീ ലിവിങ് ആയിട്ട് ആ ഒരു ഫ്രഷ് വാട്ടറിൽ തന്നെ ലിവ് ചെയ്യുന്നു. സോ ആ ഒരു ഡ്യുവൽ നേച്ചർ ഉള്ളതാണ് ഫാക്കൽറ്റേറ്റീവ് പാരസൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാരസൈറ്റ്സിനെ ഡിഗ്രി ഓഫ് പാത്തോജനിസിറ്റി വെച്ചും ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യത്തത് പാത്തോജനിക് പാരസൈറ്റ്സ്, ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സ്, കമൻസൽസ് ഓർ നോൺ പാത്തോജനിക് പാരസൈറ്റ്സ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ നമുക്ക് പാത്തോജനിക് പാരസൈറ്റ്സ് എന്താണെന്ന് നോക്കാം. പാത്തോജനിക് പാരസൈറ്റ്സ് കോസ് ഡിസീസസ് മേ ലീഡ് ടു ഡെത്ത്. സോ പാത്തോജനിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് സിവിയർ ഡിസീസ് കോസ് ചെയ്ത് ഡെത്ത് വരെ കോസ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള പാരസൈറ്റ്സിനെയാണ് നമ്മൾ പാത്തോജനിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ഇൻഎഫിഷ്യന്റ് പാരസൈറ്റ്സ് ആസ് ദേ കിൽ ദെയർ ഹോസ്റ്റ്. ഇവരെ നമ്മൾ ഇൻഎഫിഷ്യന്റ് പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതെന്തുണ്ടാന്ന് വെച്ചാൽ ഒരു പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിളിൽ ഹോസ്റ്റ് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അവർ ഹോസ്റ്റിൽ നിന്നാണ് ന്യൂട്രീഷൻറ്റും നറിഷ്മെന്റും ഒക്കെ കിട്ടുന്നത്. ന്യൂട്രിയൻസും നറിഷ്മെന്റും ഒക്കെ അവർക്ക് ഹോസ്റ്റിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അപ്പം ആ ഹോസ്റ്റിനെ കിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു സോഴ്സ് ഓഫ് നറിഷ്മെന്റ് ആണ് അവർ കിൽ ചെയ്യുന്നത്. സോ അതൊരു എവല്യൂഷണറി ഫേവറബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം അല്ല. അത് പാരസൈറ്റിന് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ പാരസൈറ്റ്. ഹോസ്റ്റിന്റെ പ്രസൻസ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിനെ കിൽ ചെയ്യുന്നത് അത്രയും നല്ല ഫാക്ടർ അല്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ ഇൻഎഫിഷ്യന്റ് പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ട്രൈപ്പനോസോമ ഗാംബിനസി, ഫേറ്റൽ സ്ലീപ്പിംഗ് സിക്നസ് ആണ് ഇത് കോസ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം ഫാൽസിപ്പറം, പ്ലാസ്മോഡിയം സ്പീഷീസ്, പല പ്ലാസ്മോഡിയം സ്പീഷീസ് ഉണ്ടല്ലോ മലേറിയ കോസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ളതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പറം. ഇറ്റ് കോസസ് RBC അഗ്രിഗേഷൻ, ബ്ലോക്കിംഗ് കാപ്പിലറീസ് ആൻഡ് കോസിംഗ് ഫേറ്റൽ ഓർഗൻ ഫെയിലിയർ. സോ ഇങ്ങനെ ഡെത്ത് കോസ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ളതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പറം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ എൻറ്റമീബ ഹിസ്റ്റലിറ്റിക്ക കോസസ് അമീബിക് ഡിസെൻട്രി ആൻഡ് ക്യാൻ ബി ഹൈലി സിവിയർ ആൻഡ് ഫേറ്റൽ. ഇതും ഫേറ്റൽ ആയിട്ടുള്ള ഒരു ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടോസോവാൻ ആണ് എൻറ്റമീബ ഹിസ്റ്റലിറ്റിക്ക. അപ്പം ഇതിനെല്ലാം നമുക്ക് കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫേറ്റൽ ഡെത്ത് ഇതൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പാത്തോജനിക് പാരസൈറ്റ്സ് മേ ലീഡ് ടു സിവിയർ ഡിസീസ് ആൻഡ് ഈവൻ ഡെത്ത്. സോ അതുകൊണ്ട് തന്നെ ഹോസ്റ്റിനെ തന്നെ അവര് ഡിപ്പെൻഡ് ചെയ്യുന്ന ഹോസ്റ്റിനെ തന്നെ അവർ കിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവരെ ഇൻഎഫിഷ്യന്റ് പാരസൈറ്റ്സ് എന്ന് വിളിക്കാം. സോ ഇതായിരുന്നു പാത്തോജനിക് പാരസൈറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിക്കലി ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ അവർ നോൺ പാത്തോജനിക് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല മൈൽഡ് ഡിസീസോ മൈൽഡ് സിംറ്റംസ് ഒക്കെ ആയിരിക്കും കോസ് ചെയ്യുന്നത്. ബട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്റ്റിനകത്ത് ഇവർ സിവിയർ ഡിസീസ് കോസ് ചെയ്യും. ഇമ്മ്യൂൺ ഡെഫിഷ്യന്റ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കും? എന്തെങ്കിലും ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ഉള്ളവരായിരിക്കും, HIV ഇൻഫെക്റ്റഡ് പേഷ്യൻസ് ആയിരിക്കാം, എന്തെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻസ് എടുക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മാൽനറിഷ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, ഓൾഡ് ഏജ് ഇൻഡിവിജ്വൽസ്. അപ്പൊ അങ്ങനെ വയസ്സായവർ, ഇങ്ങനെയൊക്കെ ഇവർക്കൊക്കെ എന്താണ് ഇമ്മ്യൂണിറ്റി അത്രയും സ്ട്രോങ് അല്ല. ആ ഒരു കേസിൽ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സ് സിവിയർ ആയിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യാം. സോ ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ മൈൽഡ് ഡിസീസും ഇമ്മ്യൂൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ സിവിയർ ഡിസീസും കോസ് ചെയ്യാൻ പറ്റുന്ന പാരസൈറ്റ്സിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ന്യൂമോസിസ്റ്റിസ് കാരിനി എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ആൻഡ് ടോക്സോപ്ലാസ്മ ഗോണ്ടി. ഇതൊക്കെയാണ് എന്ത് ഓപ്പർച്യൂണിസ്റ്റിക് പാരസൈറ്റ്സിന്റെ എക്സാമ്പിൾസ്. സോ നെക്സ്റ്റ് നമുക്ക് കമൻസൽസ് ഓർ നോൺ പാത്തോജനിക് പാരസൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദീസ് ആർ എഫിഷ്യന്റ് പാരസൈറ്റ്സ്. നമ്മൾ നേരത്തെ പാത്തോജനിക് പാരസൈറ്റ്സ് പറഞ്ഞപ്പോൾ അവിടെ ഇൻഎഫിഷ്യന്റ് പാരസൈറ്റ്സ് എന്ന് വിളിച്ചു, ബിക്കോസ് ദേ കിൽ ദെയർ ഹോസ്റ്റ്. ബട്ട് കമൻസൽസ് ആണെങ്കിൽ നമ്മൾ എഫിഷ്യന്റ് പാരസൈറ്റ്സ് എന്ന് വിളിച്ചു, ബിക്കോസ് ദേ ഡിറൈവ് ഫുഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഫ്രം ദ ഹോസ്റ്റ്, ഡു നോട്ട് കോസ് മച്ച് ഹാം ടു ദ ഹോസ്റ്റ്. അവര് ഫുഡും പ്രൊട്ടക്ഷനും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ ഹോസ്റ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നുണ്ട്. ബട്ട് അവര് അത്രയും എന്താണ് ഡിസീസോ വലിയ സിവിയർ ആയിട്ടുള്ള ഡിസീസോ ഒന്നും കോസ് ചെയ്യത്തില്ല ഹോസ്റ്റിന്. സോ ഹോസ്റ്റ് സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പാരസൈറ്റ്സിന്, ഹോസ്റ്റിന്റെ സർവൈവൽ എന്ന് പറയുന്നത്. ഇവിടെ ഹോസ്റ്റ് സർവൈവ് ചെയ്യുന്നുണ്ട്, അതേസമയം ഇവര് വേണ്ട ഫുഡും പ്രൊട്ടക്ഷനും ഒക്കെ ഇവര് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ഒരു എഫിഷ്യന്റ് പാരസൈറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഡോഗ്സ് ഓർ റാറ്റ്സ് ഹാവ് തൗസൻഡ്സ് ഓഫ് ടിക്സ് ആൻഡ് ഫ്ലീസ് യെറ്റ് സർവൈവ്. അപ്പം നമ്മൾ ഡോഗ്സിന്റെ ഒക്കെ കേസ് നോക്കുവാണെങ്കിൽ ഒരു ചെള്ളൊക്കെ ഇഷ്ടം പോലെയാണ് ഉണ്ടാവുന്നത്, പക്ഷെ അവർക്ക് ചെറിയ ചൊറിച്ചിലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബട്ട് ഡെത്ത് ഒന്നും കോസ് ചെയ്യത്തില്ല, അവർ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഡിസീസ് ഒന്നും കോസ് ചെയ്യത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ അവരെ എഫിഷ്യന്റ് പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അനദർ എക്സാമ്പിൾ ഇസ് എൻറ്റമീബ കൊലി ഇസ് എ നോൺ പാത്തോജനിക് കമൻസൽ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ
പാരസൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി അനുസരിച്ച് പാരസൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് പ്രസൻസ് ഓഫ് പാരസൈറ്റ്സ് എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഹോസ്റ്റിൽ അതിന്റെ പ്രസൻസ് ഓഫ് പാരസൈറ്റ്സ് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പാത്തോജെനിസിറ്റി, എത്ര സിവിയർ ആയിട്ട് ഡിസീസ് കോസ് ചെയ്യാൻ പറ്റും എന്നനുസരിച്ചിരിക്കും. ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് ഓൺ ദ ഹോസ്റ്റ്, എത്രത്തോളമാണ് പാരസൈറ്റ് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെക്കഗ്നിഷൻ ഓഫ് ദ പാരസൈറ്റ് ആസ് ദ ഫോറിൻ ബൈ ദ ഹോസ്റ്റ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര ക്ലെവർ ആണെങ്കിൽ, ഭയങ്കര നന്നായിട്ടാണ് ഈ പാരസൈറ്റിന്റെ അഗേൻസ്റ്റ് വർക്ക് ആവുന്നെങ്കിൽ ആ പാരസൈറ്റിന്റെ പ്രസൻസ് ആ ഹോസ്റ്റിൽ കുറവായിരിക്കും. ഓക്കെ, അപ്പം അത് അങ്ങനെ ആയിരിക്കും അത്. അപ്പൊ നെക്സ്റ്റ് എബിലിറ്റി ഓഫ് പാരസൈറ്റ്സ് ടു റെക്കഗ്നൈസ് ദ ഹോസ്റ്റ്. അപ്പൊ പാരസൈറ്റിന് ഈസിലി ഹോസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഹോസ്റ്റിനകത്ത് ആ പാരസൈറ്റിന്റെ പ്രസൻസ് അധികമായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. ഈസി മീൻസ് ഓഫ് ഡിസ്പേഴ്സൽ ഓഫ് പ്രൊജനി. ഡിസ്പേഴ്സൽ കൂടുതലാണെങ്കിൽ ഹോസ്റ്റിനകത്ത് അതിന്റെ പ്രസൻസ് കൂടുതലായിരിക്കും. സർവൈവൽ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഹോസ്റ്റ് ഇൻ ദ പാരസൈറ്റ്സ്, എത്രത്തോളം അവർക്ക് ഈസി ആയിട്ട് സർവൈവ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്നനുസരിച്ചിരിക്കും. ആൻഡ് ലാസ്റ്റ് ഇന്റിമസി ഓഫ് ദി അസോസിയേഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഹോസ്റ്റ് സ്പെസിഫിസിറ്റി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോസ്റ്റ് സ്പെസിഫിക് പാരസൈറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ ഹോസ്റ്റ് റേഞ്ച് കൺഫൈൻഡ് ആയിരിക്കും. അവർക്ക് ഒരു സിംഗിൾ ഹോസ്റ്റ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള അതർ 1 or 2 ഹോസ്റ്റിനെ മാത്രമേ ഇവർക്ക് ഇൻഫെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഓർഗാനിസത്തിന്, അങ്ങനത്തെ പാരസൈറ്റ്സിനെ നമ്മൾ ഹോസ്റ്റ് സ്പെസിഫിക് പാരസൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വൺ സ്പീഷീസ് ഓഫ് ഹോസ്റ്റ് ഓർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് ഹോസ്റ്റ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വൈവാക്സ് ഹ്യൂമൻ ബീങ്. സോ പ്ലാസ്മോഡിയം വൈവാക്സ് സ്പെസിഫിക്കലി എന്താണ്, ഹ്യൂമൻ ബീങ്സിനെ മാത്രമാണ് അഫക്ട് ചെയ്യുന്നത്. ബെബീസിയ ബൈജെമിനിയ എന്ന് പറയുന്ന പ്രോട്ടോസോൺ, അത് സ്പെസിഫിക്കലി എന്താണ്, കാറ്റിലിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. പിന്നെ intestinal coccidia of livestock and poultry, single species of host or 1 or 2 additionally related host. അപ്പൊ ഇവര് 1 single specific species അല്ലെ 1 or 2 related ആയിട്ടുള്ള സ്പീഷീസിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എൻസൈക്ലോസ്റ്റോമ ഡ്യൂഡനലി, hookworm of man, can develop and survive only in humans. അപ്പം ഈ എൻസൈക്ലോസ്റ്റോമ ഡ്യൂഡനലി എന്ന് പറയുന്ന hookworm of man വേറെ ഏതെങ്കിലും ആക്സിഡന്റലി വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിനകത്ത് എത്തിപ്പെടുവാണെങ്കിൽ അവർക്ക് അവിടെ സർവൈവ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും സ്പെസിഫിക് ആണ് എൻസൈക്ലോസ്റ്റോമ ഡ്യൂഡനലി ടു ഹ്യൂമൻസ്. അപ്പൊ അവര് ഹ്യൂമൻസിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ്. നെക്സ്റ്റ് ടീനിയ സാജിനാറ്റ, ഇതാണ് ടീനിയ സാജിനാറ്റ, ബീഫ് ടേപ്പ് വോം ആണ്. അവരും ഹ്യൂമനിൽ സ്പെസിഫിക് ആയിട്ടുള്ള പാരസൈറ്റ് ആണ്. അപ്പൊ നമ്മൾ അനദർ കാറ്റഗറി എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോൺ ഹോസ്റ്റ് സ്പെസിഫിക് പാരസൈറ്റ്സ്. ഇവരുടെ ഹോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് വെരി ലാർജ്, ഇവർക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഹോസ്റ്റിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. can develop in large numbers of unrelated species of host. അതും എന്താണ്, ഹോസ്റ്റ് റേഞ്ച് വാസ്റ്റ് ആണ്. അതും റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് അവരുടെ ഹോസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ നെമറ്റോഡ ലൈക്ക് ഡ്രാൻകുൻകുലസ് മെഡിനൻസിസ് ആൻഡ് ട്രൈക്കനെല്ല സ്പൈറാലിസ്. മെനി സ്പീഷീസ് ഓഫ് മെമ്മേലിയൻ ഹോസ്റ്റ് ആണ് ഇവർക്കുള്ളത്. ഈ ട്രൈക്കനെല്ല സ്പൈറാലിസ് എന്ന് പറയുന്നത് നമ്മളുടെ കാർണിവോറസും ഓംനിവോറസും ആയിട്ടുള്ള വൈഡ് റേഞ്ച് ഓഫ് മാമൽസിൽ ട്രൈക്കനെല്ല സ്പൈറാലിസ് കാണുന്നുണ്ട്. ദേ ആർ നോട്ട് സ്പെസിഫിക്, ഇന്ന ഒരു പിഗിനെ മാത്രമേ എഫക്ട് ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. അവർ പല കാർണിവോറസും ഓംനിവോറസും ആയിട്ടുള്ള സ്പീഷീസിനെ എഫക്ട് ചെയ്യും. Many mosquitoes take blood from birds as well as mammals. ഇപ്പൊ മൊസ്കിറ്റോസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർ ദേ ആർ നോട്ട് അറ്റ് ഓൾ സ്പെസിഫിക്. നമുക്കറിയാം ഇവർ ഹ്യൂമൻസ് തൊട്ട് നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസ്, പെറ്റ്സ്, ബേർഡ്സ് എല്ലാത്തിനും ബ്ലഡ് സക്ക് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ഓൾസോ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് നോൺ ഹോസ്റ്റ് സ്പെസിഫിക് പാരസൈറ്റ്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ടോക്സോപ്ലാസ്മ ഗോണ്ടി, ഫാസിയോല ജൈജാന്റിക്ക. സോ ഇതാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി, ഇതാണ് ഫാസിയോല ജൈജാന്റിക്ക. ഇവർക്കും സ്പെസിഫിക് ഹോസ്റ്റ് എന്ന് പറഞ്ഞ് ഇല്ല. അപ്പം ഇത്രയും നേരം നമ്മൾ എന്താണ് ടൈപ്സ് ഓഫ് പാരസൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ഹോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഹോസ്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദ ഓർഗാനിസം ഹാർബറിംഗ് ദ പാരസൈറ്റ്. എവിടെ നിന്നാണോ പാരസൈറ്റ് അവരുടെ നറിഷ്മെന്റ് ഒക്കെ എടുക്കുന്ന ആ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ നമുക്ക് പാരസൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേജസ് ഓഫ് പാരസൈറ്റ്സ് ഡെവലപ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഡെഫിനിറ്റീവ്, ഇന്റർമീഡിയറ്റ്, സപ്ലിമെന്ററി, പാരത്തനിക്, റിസർവയർ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. അവരുടെ അഡൾട്ട് ആണോ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, ലാർവയാണോ ഡെവലപ്പ് ചെയ്യുന്നത്, അതോ ഡെവലപ്മെന്റ് ഒന്നും നടക്കുന്നില്ല എന്നനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമ്മൾ കണ്ടീഷൻസ് ഫോർ പാരസൈറ്റ്സ് ഡെവലപ്മെന്റ്, എത്രത്തോളം നല്ല കണ്ടീഷൻസ് ആണ് ആ ഒരു ഹോസ്റ്റ് പാരസൈറ്റിന് ഡെവലപ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓബ്ലിഗേറ്ററി, ഫാക്കൾട്ടേറ്റീവ് ആൻഡ് പൊട്ടൻഷ്യൽ ഹോസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാം.
സോ ട്രാൻസ്മിഷൻ ഏജൻസ് ഓഫ് പാരസൈറ്റ്സ്. സോ ട്രാൻസ്മിഷൻ ഏജൻസ് ഓഫ് പാരസൈറ്റ്സ് നമ്മൾ വെക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബയോളജിക്കൽ ആൻഡ് മെക്കാനിക്കൽ പാരസൈറ്റ്സ് ആയിട്ട് ഹോസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ബയോളജിക്കൽ ആൻഡ് മെക്കാനിക്കൽ വെക്ടേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമുക്ക് സ്റ്റേജസ് ഓഫ് പാരസൈറ്റ് ഡെവലപ്മെന്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. സോ നമുക്ക് ആദ്യം സ്റ്റേജസ് ഓഫ് പാരസൈറ്റ് ഡെവലപ്മെന്റിൽ ഡെഫിനിറ്റീവ് ഹോസ്റ്റും ഇന്റർമീഡിയറ്റ് ഹോസ്റ്റും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഇത് ഏകദേശം ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഇവർക്ക് വരുന്നത്. സോ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് നമുക്ക് പ്രൈമറി അല്ലെ ഫൈനൽ ഹോസ്റ്റ് എന്ന് വിളിക്കാം. ഇവരുടെ പാരസൈറ്റ് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് അഡൾട്ട് സ്റ്റേജ് ആയിരിക്കും ഇവരിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റിനകത്ത് നടക്കുന്നത്. ബട്ട് നമ്മൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് നമ്മൾ സെക്കൻഡറി ഹോസ്റ്റ് എന്ന് വിളിക്കും. ആൻഡ് ദ പാരസൈറ്റ്സ് ഇവിടെ ലാർവൽ സ്റ്റേജസ് ആണ്. അപ്പൊ നമ്മൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റിനകത്ത് അഡൾട്ട് സ്റ്റേജ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനകത്ത് ലാർവൽ സ്റ്റേജസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. ഡെഫിനറ്റീവ് ഹോസ്റ്റിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിനകത്ത് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണാൻ പറ്റുന്നത്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ടീനിയ സോളിയമിന് ഹ്യൂമൻസ് എന്താണ് ഡെഫിനറ്റീവ് ഹോസ്റ്റ് ആണ്. അവിടാണ് നമ്മൾ ഇവരുടെ അഡൽട്ട് സ്റ്റേജ് കാണാൻ പറ്റുന്നത്. അവിടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. ബട്ട് അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് പിഗ് ആണ്. അപ്പൊ പിഗിൽ എങ്ങനെയായിരിക്കും ടീനിയ സോളിയമിന്റെ ലാർവൽ സ്റ്റേജസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും അവരവിടെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പം അനദർ എക്സാമ്പിൾ ഫാസിയോല ഹെപ്പാറ്റിക്കിന്റെ ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഹ്യൂമൻ ആണ്. ഫാസിയോല ഹെപ്പാറ്റിക്കിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് സ്നെയിൽ ആണ്. നമുക്ക് ഈ ഒരു ടീനിയ സോളിയത്തിന്റെ ലൈഫ് സൈക്കിൾ ആണ് ഇത് ഷോർട്ടായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം ഡെഫിനറ്റീവ് ഹോസ്റ്റ് ഹ്യൂമൻ ആണ്. അവിടെ സെക്ഷുവൽ മെച്ചുറേഷൻ കാണാം നമുക്ക്. ആൻഡ് ദിസ് ഇസ് ദി അഡൾട്ട് ലൈഫ് സ്റ്റേജ് ഉള്ളത് എവിടാണ്? ഡെഫിനറ്റീവ് ഹോസ്റ്റിലാണ്. സെക്ഷുവൽ മെച്ചുറേഷൻ ഒക്കെ വന്ന് എഗ് ഒക്കെ ഫോം ആവുന്നത് എവിടാണ്? ഡെഫിനറ്റീവ് ഹോസ്റ്റിലാണ്. അതേസമയം നമ്മൾ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ലാർവൽ സ്റ്റേജസ് ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലിമെന്ററി ഓർ അഡീഷണൽ ഹോസ്റ്റ്. അപ്പം അഡീഷണൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ചില പാരസൈറ്റ്സിൽ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് പോലെ അവരുടെ ലാർവൽ ഡെവലപ്മെന്റിന് തന്നെ വൺ ഓർ മോർ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അവർക്ക് വേണ്ടി വരും. അങ്ങനത്തെ ഹോസ്റ്റ് അങ്ങനെ എക്സ്ട്രാ വരുന്ന ഹോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സപ്ലിമെന്ററി ഓർ അഡീഷണൽ ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ആദ്യം വരുന്ന ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് നമ്മൾ ഫസ്റ്റ് എന്നും പിന്നീട് വരുന്നതിന് സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും നമുക്ക് വിളിക്കാം. ഒരു എക്സാമ്പിൾ ആണ് കാറ്റ് ലിവർ ഫ്ലൂക്ക്. സോ ഇതാണ് കാറ്റ് ലിവർ ഫ്ലൂക്ക് എങ്കിൽ നമുക്ക് കാണാം അവരുടെ എഗ്സ് ഒക്കെ പിന്നെ ലാർവ ഡെവലപ്പ് ആവുന്നത് ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിലാണ്. അതിങ്ങനെ ഒരു ലാർവയായിട്ട് ഫോം ചെയ്തു. എന്നിട്ട് ആ ലാർവ പിന്നെയും വളരുന്നുണ്ട് എവിടെ? സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ. സോ ലാർവൽ ഡെവലപ്മെന്റിന് തന്നെ ഒന്നിലധികം ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിന്റെ ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്നും വിളിക്കും. സോ ഈ ഒരു കേസിൽ കാറ്റ് ലിവർ ഫ്ലൂക്കിൽ സപ്ലിമെന്ററി ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാർപ്പാണ്. അതാണ് സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് സ്നെയിൽ ആണ്. സോ അതാണ് സപ്ലിമെന്ററി അല്ലെ അഡീഷണൽ ഹോസ്റ്റ്. ഇവിടെ ലാർവൽ ഡെവലപ്മെന്റ് തന്നെയാണ് ബട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പാരത്തനിക് ഹോസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഹോസ്റ്റ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. സോ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ഡെഫിനറ്റീവ് ഇന്റർമീഡിയറ്റ് അല്ലെ സപ്ലിമെന്ററി ഹോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ഡെവലപ്മെന്റും നടക്കുന്നില്ല, നെക്സ്റ്റ് സ്റ്റേജിലോട്ടൊന്നും പോകുന്നില്ല. സോ ദേ ഡു നോട്ട് അണ്ടർഗോ ഡെവലപ്മെന്റ്. ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് ഹോസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് ദ പാരസൈറ്റ് സ്പീഷീസിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്സ് ഓഫ് ഹോസ്റ്റ് ആണ് പാരത്തനിക് ഹോസ്റ്റ്. സോ ഒരു ടെമ്പററി റെഫ്യൂജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, വെഹിക്കിൾസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹെൽപ്പ് റീച്ച് ദ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. ഡെഫിനറ്റീവ് ഹോസ്റ്റിനെ റീച്ച് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണ് പാരത്തനിക് ഹോസ്റ്റ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എർത്ത് ആക്ട് ആസ് ട്രാൻസ്പോർട്ട് ഹോസ്റ്റ് ഫോർ ആസ്കാരിഡിയ ഗാലി. അപ്പം ഇതാണ് ആസ്കാരിഡിയ ഗാലി എങ്കിൽ അവരെന്താണ് ആദ്യം ഇപ്പൊ നമുക്ക് നോക്കാം, എഗ്ഗിൽ നിന്ന് ഡയറക്റ്റ് ഹോസ്റ്റിനകത്ത് ഇൻഫെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഒരു ഇൻഡയറക്റ്റ് വേ ആയിട്ട് നമുക്ക് എന്താണ് എർത്ത് വോം ആക്ട് ചെയ്യുന്നുണ്ട്. സോ എർത്ത് വോമിന്റെ പ്രസൻസ് ഇല്ലെങ്കിലും അവിടെ എത്താം. ബട്ട് എർത്ത് വോമിന്റെ പ്രസൻസ് ഹെൽപ്സ് ടു റീച്ച് ദി ഡെഫിനറ്റീവ് ഹോസ്റ്റ്. ഓക്കെ, സോ അങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഹോസ്റ്റിനെയാണ് നമ്മൾ എന്താ പാരത്തനിക് ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവര് ഡെഫിനറ്റീവ് ഹോസ്റ്റിനെ റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം പോലെയാണ്. അല്ലാണ്ട് നോക്കി ഇപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകും എഗ് ഹോസ്റ്റിന് റീച്ച് ആകുമ്പോഴും എർത്ത് വോമിലൂടെ റീച്ച് ആകുമ്പോഴും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അവിടെ എന്താണ് ഡസ് നോട്ട് അണ്ടർഗോ ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നില്ല. അതാണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാരത്തനിക് ഹോസ്റ്റ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ റിസർവയർ ഹോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻവേസീവ് സ്റ്റേജ് ആണ് ഇവരിലുള്ളത്. ആ പാരസൈറ്റിന്റെ ഇൻവേസീവ് സ്റ്റേജിനെ സ്റ്റോർ ചെയ്യുന്ന വെക്കുന്ന പോലെ ഒരു റിസർവയർ ആയിട്ടാണ് ഈ ഒരു
ഹോസ്റ്റ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റിസർവയർ മാമൽസിനകത്ത് എന്ത് സ്റ്റേജ് ആയിരിക്കും പാരസൈറ്റിന്റെ ഇൻവേഷൻ സ്റ്റേജ് ആയിരിക്കും അവരിൽ ഉണ്ടാവുക. അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. And they are not affected by the infection as the parasite do not undergo any further development in the host. ഇവിടെയും പാരസൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസർവയേഴ്സിന് പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ഒന്നും വരുത്തില്ല. So these are crucial for maintaining the parasites in the environment. ഈ പാരസൈറ്റ്സിനെ എൻവയോൺമെന്റിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ക്രൂഷ്യൽ റോൾ ആണ് റിസർവയർ ഹോസ്റ്റിന് ഉള്ളത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വൈൽഡ് റോഡൻസ്. വൈൽഡ് റോഡൻസിനൊക്കെ ഫ്ലീസ് ആൻഡ് ലേഷ്നേനിയയുടെ റിസർവയർ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടീഷൻസ് ഫോർ പാരസൈറ്റ് ഡെവലപ്മെന്റ് അനുസരിച്ച് പാരസൈറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. First, obligatory or natural host. Obligatory or natural host എന്താന്ന് വെച്ചാൽ they ensure the best conditions for the development of the parasites. ഈ ഓബ്ലിഗേറ്ററി അല്ലെങ്കിൽ അവർ നാച്ചുറൽ ആയിട്ട് ആ ഒരു പാരസൈറ്റിനുള്ള ഹോസ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്ത് കാണും? ബെസ്റ്റ് കണ്ടീഷൻസ് ഫോർ ദ ഡെവലപ്മെന്റ് കാണും. ആൻഡ് എന്ത് കാണും? ബയോസീനോട്ടിക് ടൈസ്. ബയോസീനോട്ടിക് ടൈസ് എന്ന് പറയുന്നത് ബയോസിനോസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബയോസിനോസിസ് ഇസ് എൻ അസോസിയേഷൻ ഓഫ് ഡിഫറെന്റ് ഓർഗാനിസംസ് ഫോമിംഗ് എ ക്ലോസ്ലി ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി. ഡിഫറെന്റ് ഓർഗാനിസം ആയിരിക്കും, അവർ ക്ലോസ്ലി റിലേറ്റഡ് ആയിരിക്കണമെന്നില്ല. ഇങ്ങനെ ഡിഫറെന്റ് ഓർഗാനിസം പല ഫൈലോജനിയിലുള്ള ഓർഗാനിസംസ് ഒരു ക്ലോസ് ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ബയോസിനോസിസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ക്ലോസ് ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു ഓബ്ലിഗേറ്ററി ഹോസ്റ്റിനകത്ത് പാരസൈറ്റുമായിട്ട്. ഇങ്ങനെ ഒരു ബയോസിനോട്ടിക് ടൈസ് ഇവരിൽ ഉണ്ട്. And they provide optimal biochemical conditions. ഒരു optimal biochemical conditions ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? They enhance the fertility of the parasites. പാരസൈറ്റ്സിന് ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും, സർവൈവൽ റേറ്റ് കൂട്ടാൻ പറ്റും, ഹെൽപ്പിംഗ് ക്വിക്ക് ഡെവലപ്മെന്റ്. ക്വിക്ക് ഡെവലപ്മെന്റിനുള്ള എല്ലാ എൻവയോൺമെന്റും നമ്മളുടെ ഒബ്ലിഗേറ്ററി അല്ലെങ്കിൽ നാച്ചുറൽ പാരസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. So, അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആർ നാച്ചുറൽ ഹോസ്റ്റ് ഫോർ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ്. സോ ആസ്കാരിസ് ലുംബ്രിക്കോയിഡ്സിന്റെ ബെസ്റ്റ് ഫെർട്ടിലിറ്റി ബെസ്റ്റ് സർവൈവൽ റേറ്റിന് വേണ്ടിയിട്ടും ഫെർട്ടിലിറ്റിക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എൻവയോൺമെന്റും ഹ്യൂമൻ ബീങ്സിനകത്ത് ഉണ്ട്. സോ അങ്ങനത്തെ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള ഹോസ്റ്റും ബയോസിനോട്ടിക് ടൈസും ഉള്ള ഒരു ഹോസ്റ്റും ആണ് എന്ത്? ഓബ്ലിഗേറ്ററി അല്ലെങ്കിൽ നാച്ചുറൽ ഹോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റ്. സോ ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റിനകത്ത് ബയോസിനോട്ടിക് ടൈസ് ഉണ്ടോ? ഉണ്ട്, ബട്ട് ഓപ്റ്റിമൽ കണ്ടീഷൻസ് ഇല്ല. ഡെഫിനറ്റ് അല്ലെ എന്താണ് ഓബ്ലിഗേറ്ററി ഹോസ്റ്റിനകത്ത് ഉള്ള പോലെ ഓപ്റ്റിമൽ ബയോകെമിക്കൽ കണ്ടീഷൻസ് ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റിനകത്ത് ഇല്ല. So the duration of parasite life is shortened or the parasite does not have a full development cycle. So ഇതൊക്കെയാണ് അതിന്റെ ഷോർട്ട് കമ്മിങ്സ്. അതുകൊണ്ട് എന്താണ് ഓപ്റ്റിമൽ ബയോകെമിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പാരസൈറ്റിന്റെ ഡ്യൂറേഷൻ ആ ഒരു ഹോസ്റ്റിൽ കുറവാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നില്ല. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാറ്റ് ഇസ് എ ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റ് ഫോർ ഫിഷ് ടേപ്വർം. ഫിഷ് ടേപ്വർമിന് കാറ്റ് ഒരു ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റും ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റ്, ഒബ്ലിഗേറ്ററി ആൻഡ് ഫാക്കൾട്ടേറ്റീവ് പാരസൈറ്റും ഹോസ്റ്റും കൺഫ്യൂസ് ആവാണ്ട് നോക്കുക. നെക്സ്റ്റ് നമ്മൾ another type of host is potential host. Potential hostനകത്ത് എന്താണ്? ബയോസിനോട്ടിക് ടൈസ് ഇല്ല, ബയോസിനോട്ടിക് ടൈസ് വിത്ത് പാരസൈറ്റ് ഇല്ല, ബട്ട് എന്തുണ്ട്? ഓപ്റ്റിമൽ കണ്ടീഷൻസ് ഉണ്ട്, ഓപ്റ്റിമൽ കണ്ടീഷൻസ് ഫോർ ദർ ഗ്രോത്ത് ഉണ്ട്. സോ അതിനകത്ത് ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് വൺ പ്രോബ്ലം ഇസ് അവർക്ക് എന്തുവാണ്? ദേ ഹാവ് നോ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ പാരസൈറ്റ്സ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിളിൽ അവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ ഇല്ല, ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലോട്ടുള്ള ട്രാൻസ്മിഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവർ നമ്മൾ പൊട്ടൻഷ്യൽ ഹോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇവർക്ക് ബയോസിനോട്ടിക് ടൈസും ഇല്ല. അതിനകത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രോത്ത് നല്ലോണം നടക്കും, ബിക്കോസ് ഓപ്റ്റിമൽ ബയോകെമിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ലൈഫ് സൈക്കിളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഇല്ലാത്തതുകൊണ്ട് ഇവര് ജസ്റ്റ് ഒരു പൊട്ടൻഷ്യൽ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തോളൂ. നമ്മുടെ ലൈക് ഫാക്കൾട്ടേറ്റീവ് ഹോസ്റ്റ് ആയിട്ടോ ഒബ്ലിഗേറ്ററി ഹോസ്റ്റ് ആയിട്ടോ ഇവര് ആക്ട് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രൈക്കനെല്ല സ്പൈറാലിസ് ഹെർബിവോർ അനിമലിനകത്ത് എത്തിപ്പെട്ടാൽ അവരൊരു പൊട്ടൻഷ്യൽ ഹോസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ബട്ട് ഫാക്കൾട്ടേറ്റീവോ ഒബ്ലിഗേറ്ററി ഹോസ്റ്റ് ആയിട്ടോ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു ട്രൈക്കനെല്ല സ്പൈറാലിസിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇത് പിഗിനെ എഫക്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ എക്സാമ്പിൾ. പല ഹോസ്റ്റിനെ ട്രൈക്കനെല്ല സ്പൈറാലിസ് എഫക്ട് ചെയ്യും. പിഗിന്റെ മസിലാണ് ഇവര് എന്താണ് സിസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഇത് തിരിച്ചും ഒരു പിഗിലോട്ട് വരണമെങ്കിൽ പിഗ് കാനബലിസം ഷോ ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണ് പിന്നെയും ഇതൊരു പിഗിനെ ഇൻഫെക്ട് ചെയ്യുന്നത്. ബട്ട് നമ്മൾ എന്താണ് ഹെർബിവോഴ്സിനെ നോക്കുവാണെങ്കിൽ ദേ ഡോണ്ട് ഈറ്റ് മീറ്റ്. സോ അതുകൊണ്ട് തന്നെ അതെന്താണ് അവർക്ക്
ട്രാൻസ്മിഷൻ എന്താണ് നടക്കുന്നില്ല, ബിക്കോസ് ഇൻഫെക്റ്റഡ് മസിൽ ടിഷ്യൂവിൽ നിന്നാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഹെർബിവോഴ്സ് മീറ്റ് ഈറ്റിംഗ് അല്ലാത്തതുകൊണ്ട് ആ ഒരു ട്രാൻസ്മിഷൻ പോസിബിൾ അല്ല. ബട്ട് ഇവരിൽ ആക്സിഡന്റലി എത്തിപ്പെട്ടാൽ അവരൊരു ഓപ്റ്റിമൽ ബയോകെമിക്കൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹെർബിവോഴ്സ് ഡു നോട്ട് എയ്ഡ് ഇൻ ട്രാൻസ്മിഷൻ. അതുകൊണ്ട് ഇവരൊരു പൊട്ടൻഷ്യൽ ഹോസ്റ്റ് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്മിഷൻ ഏജന്റ്സ് ഓഫ് പാരസൈറ്റ്സ്, നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. So they carry them within their body or outside their body. Transmit parasites to another host. So parasites നെ transmit ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ ആണ് ഈ വെക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ വെക്ടേഴ്സിനെ നമ്മൾ ബയോകെമിക്കൽ ഓർ ബയോളജിക്കൽ ഓർ ട്രൂ വെക്ടേഴ്സ്, മെക്കാനിക്കൽ ഓർ കാരിയേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ബയോളജിക്കൽ ഓർ ട്രൂ വെക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത് അണ്ടർഗോ ഡെവലപ്മെന്റ്, ഈ പാരസൈറ്റ്സ് ദേ അണ്ടർഗോ ഡെവലപ്മെന്റ് ഓർ മൾട്ടിപ്ലിക്കേഷൻ ഇൻസൈഡ് ദിസ് ബയോളജിക്കൽ വെക്ടേഴ്സ്. ബയോളജിക്കൽ വെക്ടേഴ്സിനകത്ത് എന്ത് നടക്കുന്നുണ്ട്? ഡെവലപ്മെന്റ് ഓർ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. ദേ ആർ സ്പെസിഫിക് ഫോർ എ പെർട്ടിക്കുലർ പാരസൈറ്റ്സ്. ഇവിടെ നമുക്ക് പലതരം വെക്ടേഴ്സിനെയും പാരസൈറ്റ്സിനെയും കാണാം. സ്പെസിഫിക് ആണ്, ദേ ആർ സ്പെസിഫിക് ഫോർ പെർട്ടിക്കുലർ പാരസൈറ്റ്സ്. ഇതിനകത്ത് എന്താണ്, ഇപ്പൊ പ്ലാസ്മോഡിയ ആണെങ്കിൽ നമ്മളുടെ അനഫലീസിനകത്ത് ഡെവലപ്മെന്റും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നടത്താൻ പറ്റും. ദേ ഹാർബർ ദ പാരസൈറ്റ് ഇന്റേർണലി. സോ ബോഡിയുടെ എക്സ്റ്റേർണലി അല്ല, ഇന്റേർണലി ആയിരിക്കും ഈ പാരസൈറ്റ്സ് ഒക്കെ ഹാർബർ ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ പ്രസന്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ വെക്ടേഴ്സ്. സോ സം പാർട്ട് ഓഫ് ദർ ലൈഫ് സൈക്കിൾ ഇസ് കംപ്ലീറ്റഡ്. ഈ വെക്ടേഴ്സ്, ബയോളജിക്കൽ വെക്ടേഴ്സിനകത്ത് സം പാർട്ട് ഓഫ് ദർ ലൈഫ് സൈക്കിൾ ഇസ് കംപ്ലീറ്റഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റീവ് ഹോസ്റ്റ് ആയിട്ടോ തന്നെ ഈ വെക്ടേഴ്സിനെ ആക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്ലോസീനിയ എന്ന് പറയുന്ന സെറ്റ്സി ഫ്ലൈ, അതിന് ഒന്നില്ലെങ്കിൽ നമുക്ക് സെറ്റ്സി ഫ്ലൈ അല്ലെങ്കിൽ സിസി ഫ്ലൈ എന്ന് വിളിക്കാം. രണ്ട് പ്രൊണൗൺസിയേഷനും ആക്സെപ്റ്റബിൾ ആണ്. ഇവർ എന്തിന്റെ വെക്ടർ ആണ്? ട്രൈപ്പനോസോമ ഗാംബിനിസി എന്ന് പറയുന്ന ട്രൈപ്പനോസോമ ഗാംബിനിസി. ഇറ്റ്സ് സ്പീഷീസ് പോലെയാണ്. ഇതൊരു രണ്ടും ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് തന്നെയാണ്. സോ ബ്രൂസെരി എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ട്രൈപ്പനോസോമാസിന്റെ വെക്ടർ ആണ് ഗ്ലോസീന എന്ന് പറയുന്ന സെറ്റ്സി ഫ്ലൈ. ഓക്കെ, അനദർ എക്സാമ്പിൾ ക്യൂലെക്സ് സ്പീഷീസ് ഫോർ ഉച്ചറേറിയ ബ്രാൻകോഫ്റ്റി. അതൊരു ഫിലേറിയൽ വേം ആണല്ലോ, അതിന്റെ വെക്ടർ ആണ് ക്യൂലെക്സ് സ്പീഷീസ്. അതേപോലെ ഫ്ലീബോടോമസ് എന്ന് പറയുന്ന വെക്ടർ ഹാർബർ ചെയ്യുന്ന എന്താണ്? ലേഷ്മേനിയ എന്ന് പറയുന്ന സ്പീഷീസിനെയാണ്. അല്ലെ അനഫലീസ് മൊസ്കിറ്റോ, പ്ലാസ്മോഡിയം, ഇതൊക്കെയാണ് ബയോളജിക്കൽ വെക്ടേഴ്സിന്റെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ വെക്ടേഴ്സ് ഓർ കാരിയേഴ്സ്. നമ്മൾ ബയോളജിക്കൽ വെക്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരെന്താണ്? അസിസ്റ്റ് ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് പാരസൈറ്റിക് ഫോംസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഹോസ്റ്റ്, നോട്ട് എസെൻഷ്യൽ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പാരസൈറ്റ്സ്. ബയോളജിക്കൽ ഹോസ്റ്റിന് അവരെന്താണ്? ലൈഫ് സൈക്കിളിന്റെ ഒരു പാർട്ടാണ്, അവരവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഇറ്റ്സ് നോട്ട് എസെൻഷ്യൽ ഫോർ ദ ലൈഫ് സൈക്കിൾ ഓഫ് പാരസൈറ്റ്സ്. ഈ മെക്കാനിക്കൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ദേ ക്യാരി ഔട്ട്സൈഡ് ദർ ബോഡി, അങ്ങനെയാണ്. ബയോളജിക്കൽ അവരുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനൊന്നും ഈ ഒരു ഹോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല. റാദർ ദേ ക്യാരി ദ പാരസൈറ്റ് ഔട്ട്സൈഡ് ഓഫ് ദർ ബോഡി. നോൺ സ്പെസിഫിക് ആയിട്ടാണ് പാരസൈറ്റ്സ് ഇവര് ഹാർബർ ചെയ്യുന്നത്. ഓക്കെ, ആസ് ദ പാരസൈറ്റ് ഡു നോട്ട് ഡെവലപ്പ് ഫർദർ ഓർ മൾട്ടിപ്ലൈ ഇൻ ദം, അവർ നോൺ സ്പെസിഫിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ നോട്ട് എസെൻഷ്യൽ ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പാരസൈറ്റ്സ്. ദെൻ നമ്മൾ ബയോളജിക്കൽ എന്തായിരുന്നു? സ്പെസിഫിക് ആയിരുന്നു, ഇവിടെ നോൺ സ്പെസിഫിക് ആണ്. ബയോളജിക്കൽ ലൈഫ് സൈക്കിളിന് എസെൻഷ്യൽ ആയിരുന്നു, ഇവിടെ നോൺ എസെൻഷ്യൽ ആണ്. ബയോളജിക്കൽ ബോഡിയുടെ അകത്തായിരുന്നു, ഇവിടെ ഔട്ട്സൈഡ് ദെയർ ബോഡിയാണ്. ക്ലിങ്സ് ടു ദെയർ ഹെയർ, സ്പൈൻസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി സർഫേസ്. എക്സാമ്പിൾ ഹൗസ് ഫ്ലൈസ്, കോക്രോച്ചസ്, ആൻഡ്സ്. ഇപ്പൊ ഹൗസ് ഫ്ലൈസ് ഒക്കെ ആണെങ്കിൽ എൻറ്റമീബ, ഹിസ്റ്റലിറ്റിക്, അപ്പോൾ അമീബിക് ഡിസെൻട്രി കോസ് ചെയ്യുന്ന പ്രോട്ടോസോൺസിനെയൊക്കെ ഈസിലി സ്പ്രെഡ് ചെയ്യും. സോ അവര് ഇതിന് ശരീരത്തിനകത്തല്ല, ബോഡി സർഫേസിലാണ് ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണ് അവർ ഫുഡിനെയൊക്കെ ഈസിലി കണ്ടാമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതായിരുന്നു നമ്മൾ വെക്ടേഴ്സിന് ബയോളജിക്കൽ ആൻഡ് മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിനകത്ത് പറയാനുള്ളത്. നമ്മൾ പാരസൈറ്റ്സിനെയും ഹോസ്റ്റിനെയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ക്ലാസിഫൈ ചെയ്തത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. താങ്ക് യു.